അവൻ പറഞ്ഞു. നിന്റെ റിയാക്ഷൻ കണ്ടാൽ തോന്നല്ലോ നീ ഞാനോട് പ്രപ്പോസ് ചെയ്തു. ഇപ്പൊ അങ്ങനെയോ? നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്, എനിക്കൊരു പ്രശ്നമില്ല. അവൻ അവന്റെ മനസ്സിലുള്ള തുറന്നു പറഞ്ഞതല്ലേ ഉള്ളൂ. ഇങ്ങനല്ലല്ലോ വേറേണ്ടത്. പിന്നീട് ന്യൂ ഇയർ ആയിട്ട് നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒന്നും എടുത്തിട്ടില്ലല്ലോ. ഞാൻ എടുത്തക്കണം, നീ എടുക്കാത്ത എന്റെ കുഴപ്പമില്ലല്ലോ. ഞാൻ എടുത്തിട്ടില്ല. നമുക്ക് നീ എല്ലാം പറ. എന്തിനാ അവിടെ ഇവിടെ തൊടാ സംസാരിക്കണേ ആൽവിനെ? എനിക്കറിയാം നീ എന്താ ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഓക്കെ ആണെന്നല്ലേ? ഞാൻ ഓക്കെ ആണ്. അവനെ ഞാൻ പ്രപ്പോസ് ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല, എന്നോട് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ടായില്ല, അത് ഓക്കെ ആണ്. നിന്റെ ഈ സംസാരം കേട്ടാൽ തോന്നുമല്ലോ ഞാൻ അവിടെ വെച്ച് കരഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോരണേന്ന്. ഇപ്പൊ മനസ്സിലായി, നീ അവിടെ വെച്ച് കരഞ്ഞല്ലേ? പിന്നെ അവിടെ പോകുമ്പോ ഞാൻ കരയാൻ നിൽക്കല്ലേ? എന്റെ കണ്ണിന്നൊക്കെ പറയടാ നീ കരട്ടില്ലാന്ന്. കരഞ്ഞു. ഇപ്പൊ മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ. നീ എന്തായാലും കണ്ണി നോക്കിനാണോ പറയാൻ നീ ആയിട്ടില്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ടാ കണ്ണി നോക്കി എന്നെ പറയിപ്പിച്ചേ. എടി എനിക്കറിയില്ല, അവൻ ഇൻട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അവനെന്നെ ജെൻഡറിനെ പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ലടി. അവൻ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? ഞാൻ ഗേ ആണെന്ന് അവൻ അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ അവനോട് മിണ്ട പോലില്ലായിരുന്നു. അവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നിപ്പോയിട്ട്. നീ പോ, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് ഇരിക്കണം. നീ പോ, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞില്ലേ? പോ. എന്തായി? ആൽവിന് അപ്പനെ പ്രപ്പോസ് ചെയ്തപ്പോ അവൻ എസ് പറഞ്ഞു. അവൻ എസ് പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ആൽവിന്റെ ജെൻഡറിനെയാണ് അവൻ പറഞ്ഞേ. അവൻ കെ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവനോട് മിണ്ട പോലും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞടാ. വേറെ ആരും വേണ്ട, അവന്റെ ചേച്ചി എന്ന് എന്റെ ഗേൾഫ്രണ്ട് അല്ലേ. അവന്റെ ചേച്ചിനോടില്ലാത്ത ദേഷ്യല്ലേ അവൻ ഇവനോട്? ഒന്നുമില്ല, അവന്റെ ചേച്ചി ആൽവിന്റെ അതേമാതിരിയല്ലേ. അതെന്താ അപ്പൊ അവൻ ആലോചിക്കാഞ്ഞേ? എന്നിട്ട് കെ ആണെന്ന് പോലും അവൻ എന്റെ കൈ കിട്ടിയ കൊന്നോളെ ഞാൻ അവനെ. ആര്യ, എന്തൊക്കെയാ നീ പറയുന്നേ? നിനക്കത് ഭ്രാന്തായോ? മിക്കവാറും എനിക്ക് ഭ്രാന്താവും കാണാ. എനിക്ക് അവനിങ്ങനെ കരയുന്ന ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്, അറിയോ? അവൻ ആദ്യമായിട്ട് കരയുന്ന ഞാൻ ഇന്ന് കാണും. അതും ആര് കാരണം? അവൻ സ്നേഹിച്ച ഒരാൾ കാരണം. ഇത്രയും ദിവസം നമ്മുടെ കളിച്ച് നടന്നവനല്ലേ. ഇമ്മാതിരുന്ന് കരയുന്നെന്ന് കാണുമ്പോ എനിക്ക് സഹിക്കില്ലടാ. ആര്യ, എങ്ങനെ പറ്റിയടാ അവന് ഇങ്ങനെയൊക്കെ അവനോട് പറയാൻ? ഇനിയിപ്പോൾ അതൊക്കെ ആലോചിച്ച് റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യമല്ല. ഒന്നും പഴയ പോലെ ആവുമെന്ന് ഉറപ്പൊന്നുമില്ല. പിന്നെ നാളെ നമ്മൾ തായ്ലാൻഡിൽ പോകാന്നുള്ള കാര്യം കൂടി ഓർമ്മ വേണം. അവനെ ഒക്കെ ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് തായ്ലാൻഡിൽ പോകാൻ. പിന്നെ പുതിയൊരു വർക്ക് വന്നിട്ടുണ്ട്, ഒരു ചെറിയ കിഡ്നാപ്പിംഗ്. ഞാൻ അതിന് കൈ കൊടുക്കുകയും ചെയ്തു. നീയും ഉണ്ടാവും എൻ്റെ കൂടെ. പക്ഷേ ആൽവിൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമാണ്. അവൻ 5 കൊല്ലം മുന്നേ അവന് വേണ്ടി നിർത്തിവെച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. അതിന് റീസ്റ്റാർട്ട് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ട അവനാണ്. പിന്നെ നീ എന്തായാലും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷെ അവൻ്റെ കാര്യമാണ്. എൻ്റെ ആഗ്രഹം അവൻ വരണം തന്നെയാണ്. പക്ഷേ എന്താ ഒരു പക്ഷേ, ഇനി മുതൽ ഞാനും ഉണ്ടാവും നിങ്ങളുടെ കൂടെ. പഴയതൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാൻ ടൈമായി. എന്തേ? ഒരിക്കൽ നടന്നില്ല കഴിച്ചിട്ട് എപ്പോഴും ദൂരത്ത് കരയാൻ ഈ ആൽവിനെ കിട്ടില്ല. അല്ല, നിനക്ക് എവിടെന്നാ വർക്ക് വന്നേ? തായ്ലാൻഡിൽ നിന്ന് തന്നെ. അതെന്നായി നന്നായി. നാളെ ഐശ്വര്യമായിട്ട് ചോര കണ്ടെന്നെ തുടങ്ങിക്കാം. പിന്നെ ടൈമിന് ചെറിയൊരു മാറ്റമുണ്ട്. വൈകുന്നേരത്തെ ഫ്ലൈറ്റിനല്ല നമ്മൾ പോകുന്നത്. നാളെ രാവിലെ, അതായത് ഇന്ന് രാത്രി 1:30 ഫ്ലൈറ്റ് ഉണ്ട്. നമ്മൾ അതിനാ പോകുന്നത്.
അതെന്താ ടൈമിനൊരു മാറ്റം? ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ആ നിനക്ക് ഇവിടെ വിട്ട് പോരാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും, അതെനിക്കറിയാം. ഓക്കെ, വേണേ ഇന്ന് രാത്രി നമുക്ക് അവിടെ മുതലാടാം. കണ്ടൊരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് പോരും. എന്താ? അയ്യടാ, എന്താ അവളെ സന്തോഷം നോക്ക്. നീ പോടാ പട്ടി. താങ്ക്സ്, ഇത് ഞാൻ പ്രതീക്ഷതാ. അല്ലെങ്കിൽ നീയും കുട്ടീനെ വന്ന അവളുടെ അടുത്ത് ഞാൻ എപ്പോഴും ഔട്ടാണല്ലോ. അച്ചോടാ പെണങ്ങലേ. നീ പൊടി തണ്ടി, എനിക്ക് വേറെ പണിയില്ലല്ലോ. എന്തൊരു മതി സംസാരിച്ചത്. വേഗം പോയി പാക്ക് ചെയ്യാൻ നോക്ക്. ഞാനതൊക്കെ മറന്നേ പോയി. നീ മറക്കും, അതെനിക്കറിയാം. അല്ല, നീ ചേച്ചിനെ കൊണ്ടാണ് വരുന്നേ? പിന്നെ ഇവിടെ അമ്മയൊക്കെ അല്ലേ, അവളുടെ കൂടെ എന്നോളൂ. നീ എന്തൊരു ഹസ്ബൻഡാടാ? ഇടി, അവക്ക് ഒന്നാമതേ വയ്യ, അവക്ക് അങ്ങോട്ട് പോകാനും മൂടുമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അങ്ങനെയാണോ? ഓക്കെ. ഡി, ഇവിടെ എന്ന് സംസാരിച്ചോണ്ട് നിൽക്കുകയാണെങ്കിൽ നിന്റെ പെണ്ണിന്റെ വീട്ടിൽ പോകാൻ ഞാൻ സമ്മതിക്കില്ലേ? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, ഞാൻ പാക്കേറ്റുണ്ട്. എന്നാ വേ പോവാൻ നോക്ക്. പറഞ്ഞ കുറച്ച് കൂടിപ്പോയോ? ഞാനിവിടെ വിളിച്ചു നോക്കിയാലോ? വേണ്ട, അല്ല വേണ്ട, വിളിച്ചു നോക്കാം. ഇവിടെ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തേ? ചിലപ്പോൾ ബിസി ആയതുകൊണ്ടായിരിക്കും, അല്ലെ ഫോൺ സൈലൻറ്റിലായിരിക്കും. ഒന്നും കൂടി വിളിച്ചു നോക്കാം. ഒരു തവണ കട്ടാക്കി ഇവന് മനസ്സിലായിക്കോട്ടെ, എടുക്കാൻ ഒരു മൂഡിലായിട്ട് എടുക്കാതൊക്കെയാണ്. ഇപ്പം എന്താ ചെയ്യാം? കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചു നോക്കാം, ചിലപ്പോൾ ഇപ്പോൾ ബിസി ആയിരിക്കും. ആരാധയോ നീ മതിലൊക്കെ ഉണ്ടാക്കിയത്? രാവിലെ വരുമ്പോൾ നീ മതിലെത്ര ആയിട്ടുണ്ടാവില്ലല്ലോ. മിണ്ടലടി പോത്തെ, പിടിക്കപ്പെടാ, അത് മതി. നിന്റെ അപ്പം വന്ന് ചാടോടാ ഈ മതില്. ഞാൻ നിന്റെ തന്തയ്ക്ക് വിളിക്കാത്തത് നമ്മളെ രണ്ടാളുടെ അച്ഛനും സെയിം ആയതുകൊണ്ടാ. അത് ശരിയാണല്ലോ അല്ലേ? നിനക്ക് ബോധം എന്ന് പറഞ്ഞൊരു സാധനല്ലേ? മണ്ടന്മാരെ ഒന്നും മിണ്ടാതെ കണ്ടോ? നമ്മളിവിടെ അച്ഛനാടാന്ന് കണ്ടുപിടിക്കാൻ വന്നാണോ? അല്ല, എന്നാ പിന്നെ മിണ്ടാതെ മതിലാടെ നോക്കാതെ പട്ടി. അമ്മേ, മിണ്ടലടാ പട്ടി. എടി, അവളുടെ റൂം എവിടെയാന്ന് നിനക്കറിയോ? അതൊക്കെ എനിക്കറിയാം, പക്ഷെ ഒരു കൺഫ്യൂഷൻ. ബെസ്റ്റ്. ഇതിനെ കൊണ്ടാണോ നീ മതിലിടാൻ വന്നേ? തെറ്റ് പറ്റിപ്പോയി. നീ അവളുടെ റൂം എവിടെയാന്ന് നോക്കിയാണ് ചെല്ലാൻ നോക്ക്. ഒരു കോട്ടിന് നീയും കൂടി വരൂ. നമ്മളവളെ പെണ്ണാണോ വന്നല്ല പോത്തെ, മതില് കടിയതാണ്. ഒറ്റയ്ക്ക് പോയി കണ്ടുപിടിച്ചാൽ മതി. ഞാൻ തന്നെ ചെല്ലണല്ലേ? ഇനി അവിടെ വന്ന് ചെപ്പടിച്ചാൻ പൊട്ടിക്കും, മര്യാദക്ക് പോയിക്കോ. അഥവാ പിടിക്കപ്പെടുകയാണെങ്കിൽ വിളിച്ചോണ്ട് കിട്ടോ. ആരെ? ഈശ്വരനെ, അല്ലാണ്ടാരെ. ഞങ്ങളെ വിളിക്കാൻ നിൽക്കണ്ട, ഞങ്ങൾ സ്കൂട്ടാവും. നീ പോവാൻ നോക്ക്. 1:30 ഫ്ലൈറ്റ്, ഇപ്പൊ തന്നെ 12:30 ആയി. എന്നോക്കെ. നീയോ? നീ എന്തവിടെ? വെറുതെ നിന്ന് കാണാനോ? ഇപ്പഴല്ലേ വീഡിയോ കോൾ വിളിച്ചു വെച്ചേ? അതപ്പോഴല്ലേ? അങ്ങനെ കണ്ടാ പോരെ? അതൊന്നല്ല, ഞാൻ വേറെ കാര്യം പറയാനാ വന്നേ. എന്ത് വെച്ചടാ? ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ഞങ്ങൾ നാളെ തായ്ലാൻഡിൽ പോകില്ലായിരുന്നോ? അതിൻ്റെ ടൈം ചെറുതായിട്ടൊന്ന് മാറ്റി. 1:30 ഞങ്ങൾ പോകുന്നത്. നമ്മൾ നാളെ രാവിലെ തൊട്ട് ഉച്ച വരെ ഒന്ന് അടിച്ചു പൊളിക്കാൻ വിചാരിച്ചതല്ലായിരുന്നു. അത് പറ്റില്ലെന്ന് പറയാൻ വന്നായിരുന്നു. പിന്നെ നിന്നെ കാണാനും തോന്നി. അതെന്താ ടൈം വീട്ടൊന്ന് മാറ്റിയേ? ഒന്നുമില്ല, അതെനിക്ക് പറയാൻ പറ്റില്ല. ആൽവിനായിരിക്കുമല്ലേ ടൈം മാറ്റിയത്? തോന്നി. അവനോട് നിന്നിട്ട് വേറെ കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. സത്യമാണല്ലോ. ഇനിയിപ്പോൾ അവനോടെ നിന്നിട്ട് എന്താ കാര്യം? പക്ഷേ എനിക്ക് നിന്നെ കാണാൻ പറ്റില്ലല്ലോ. നീ എന്നൊക്കെ ആയിട്ട് തായ്ലാൻഡിൽ പോകുന്നല്ലോ. ഒരു 4 മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരത്തില്ലേ? പിന്നെ ഇപ്പം എന്താ പ്രശ്നം? എടി പൊട്ടിക്കാളി, 4 മാസമല്ല 4 ആഴ്ച. നീ 4 മാസം എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നിൽക്കല്ലേ. അയ്യോ സോറി, മൈ മിസ്റ്റേക്ക്. അയ്യോ, ആരോ വന്നു. നീ എവിടെയും പോയി വിളിക്കടി. ഓക്കെ ആണോ? നീ പോയി വാതിലടക്കാൻ നോക്ക്. ഓക്കെ. ചേച്ചി. നീയോ? എന്താടാ? ചേച്ചി എനിക്ക് ചേച്ചിന്റെ ഫോൺ തരാവോ? എന്തിനാ? എനിക്ക് ആൽവിനെ ഒന്ന് വിളിക്കാനായിരുന്നു. നിനക്കിപ്പോ എന്തിനാ ആൽവിനെ വിളിച്ചിട്ട്? നേരിട്ട് പറഞ്ഞ പോരായിട്ട്
ഫോണിൽ കൂടി പറയാനാണോ? ആര്യ ചേച്ചി എന്താ ഇവിടെ? ഞാൻ എന്റെ പെണ്ണിനെ കാണാൻ വന്നതാ. അത് വിട്, അതല്ല അവിടുത്തെ കാര്യം. നിനക്കിപ്പോ എന്തിനാ ആൽവിനെ വിളിച്ചിട്ട്? അത് ഞാൻ പറഞ്ഞ കുറച്ച് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. ഡൗട്ടല്ല, നീ പറഞ്ഞ നല്ല കൂടിയേക്കണേ. നീ പോയതിനു ശേഷം ആ പാഫ് അവിടെ നിന്ന് കരയായിരുന്നു. അറിയോ നിനക്ക്? ആൽവിൻ കരഞ്ഞോ? ഇല്ലടാ, അവന് ഭയങ്കര സന്തോഷമായിരുന്നു. നീ പറഞ്ഞൊക്കെ ഓർത്ത് അവൻ വീട്ടിൽ വന്നിട്ടും കരയായിരുന്നു, അറിയോ? എന്നിട്ടിപ്പോ അവൻ ഒടുക്കത്തെ ഡൗട്ട്, പറഞ്ഞ കുറച്ച് ഓവറായി പോയാന്ന്. ചേച്ചി എനിക്ക് അറിയാം, ഞാൻ പറഞ്ഞ കുറച്ച് ഓവറായി പോയെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അത് പറയാൻ ഞാൻ വിളിച്ചപ്പോൾ ആൽവിൻ കോൾ എടുക്കുന്നില്ല. എങ്ങനെ എടുക്കും? അമ്മാരത്തെ ഡയലോഗല്ല നീ അവനോട് പറഞ്ഞേ. കെ ആയിരുന്നെങ്കിൽ മിന്ന പോലെ അല്ലായിരുന്നു. ഇനി ഇങ്ങനത്തെ ആൾക്കാരൊന്നും ഇഷ്ടമല്ല. അറ്റ്ലീസ്റ്റ് നിനക്ക് എൻ്റെ ചേച്ചീൻ്റെ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്ക്. എൻ്റെ ചേച്ചി ലെസ്ബിയനല്ലേ? നിനക്ക് അവളോടില്ലല്ലോ അത്ര ദേഷ്യം. കൂടെപ്പറപ്പായതുകൊണ്ടായിരിക്കും അല്ലേ? ചേച്ചി ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല, ഞാനൊരു ഗേ അല്ലാത്തതുകൊണ്ട്. നീ അത് മാത്രം പറയരുത്. നീ ഒരു ഗേ ആണെന്ന് എനിക്കും ആര്യക്കും ഒക്കെ നന്നായിട്ട് അറിയാം. നീ ഒരു ഗേ ആണെങ്കിൽ നിന്റെ അമ്മയ്ക്ക് നിന്നെ ഇഷ്ടം ഉണ്ടാവില്ല. പിന്നെ അമ്മയുടെ വക കുറ്റപ്പെടുത്തലും വീട്ടിൽ നിന്ന് ഇറക്കി വിടലും. അതുകൊണ്ട് മാത്രമാണ് നീ ഗേ ആണെന്ന് പുറത്തുള്ളവരെ കാണിക്കാത്തതും വീട്ടിൽ പറയാത്തതും ഒക്കെ. പക്ഷെ നീ അറിയാത്ത വേറൊരു കാര്യം കൂടിയുണ്ട്. നീ ഒരു ഗേ ആണെന്ന് നിന്റെ അച്ഛനും അറിയാം. പിന്നെ നിന്റെ അമ്മയുടെ നല്ല സ്വഭാവം കൊണ്ടാണ് നിന്റെ അച്ഛൻ അമ്മയോട് പറയാത്തത്. പക്ഷെ നീ ഒന്നോർത്തോ, നിന്റെ അമ്മയുടെ ഇഷ്ടത്തിന് വേണ്ടി നിന്റെ ലൈഫാണ് നീ സ്പോയിൽ ചെയ്യുന്നതെന്ന് നീ ഓർക്കണം. മനസ്സിലായോ? ഇതൊക്കെ കേട്ട് ആൽവിനെ നീ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നീ ആയിട്ട് നിൽക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഓക്കെ, നാലാഴ്ച വരെ എന്നെ മിസ് ചെയ്യൂടി നീ. പോടി അവിടുന്ന്. അത്രയും സമാധാന വിശേഷമൊക്കെ ഞാൻ ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ചേച്ചി ഇങ്ങോട്ട് പോന്നേ? ഞാൻ തായ്ലാൻഡിൽ പോവാം. ഞാനല്ല, ഞങ്ങൾ തായ്ലാൻഡിൽ പോവാം. ഞങ്ങളെന്ന് പറയുമ്പോ നോക്കണ്ട, ആൽവിനും അനുവിനൊക്കെ ഉണ്ട്. നിങ്ങളെന്നാ വരിക? ഒരു 4 ആഴ്ച കഴിയുമ്പോ. എപ്പോഴാ പോന്നെ? ഇപ്പോ ഇന്ന് 1:30. ഉച്ചയ്ക്കോ? അല്ല, ഇപ്പോ രാവിലെ 1:30. ഇപ്പൊ തന്നെ 12:45. ആൽവിൻ കൂടെ വന്നിട്ടുണ്ടോ? താഴത്തുണ്ട്. പക്ഷെ നീ പോയി കാണാൻ നിൽക്കണ്ട. അവനെങ്ങനെ റിയാക്ട് ചെയ്യുന്ന അവൻ തന്നെ അറിയണ്ടാവില്ല. ആൽവിൻ നീ വിചാരിക്കുന്ന ആളൊന്നല്ല. നിനക്ക് വേണ്ടിയെല്ലാം നിർത്തിച്ചു. പക്ഷേ ഇപ്പൊ നീ പോയ ശേഷം നിനക്ക് വേണ്ടി എല്ലാം റീസ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഓക്കെ, ബൈ. എനിക്ക് വേണ്ട ബൈ. ബൈ മൊത്തേ. ഓക്കെ. പറഞ്ഞു പോയാൽ എന്തോ ഒരു ഇതില്ലേ ചേച്ചി? എന്താടാ? എനിക്ക് ആൽവിന്റെ ബാക്ക് സ്റ്റോറി കേൾക്കണം. അതൊന്നും എനിക്ക് അറിയത്തില്ല. ഒന്നെങ്കിൽ അവളോട് വയ്ക്കണം, അല്ലെങ്കിൽ അൻവിനോട് വയ്ക്കണം. ഇവർ രണ്ടുപേരും പറഞ്ഞിരുന്ന വലിയ ഉറപ്പൊന്നുമില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ അവൾ പോയി വരട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഇത് ചോദിച്ചാൽ ആൽവിനും ഉണ്ടാവും കൂടെ. പോയി വരുന്നവരെ ഞാൻ ആൽവിനെ വെയിറ്റ് ചെയ്യണ്ടേ? നീ എന്തിനാ ആൽവിനെ വെയിറ്റ് ചെയ്യുന്നതെന്ന്? നിനക്ക് അവനെ ഇഷ്ടമല്ലല്ലോ. ആരോ പറഞ്ഞു എനിക്ക് അവനെ ഇഷ്ടമല്ലോന്ന്. അപ്പൊ നിനക്ക് അവനെ ഇഷ്ട? എടാ കഴിവേറി. ദൈവമേ, എൻ്റെ അച്ഛനായി പോയി. എന്നാ പിന്നെ നിനക്ക് അവൻ പ്രപ്പോസ് ചെയ്തപ്പോ പറഞ്ഞൂടേനോ അതൊക്കെ? ഞാൻ അമ്മയുടെ കാര്യം ആലോചിച്ചപ്പോ. എടാ, അമ്മയൊക്കെ ഇനി കുറച്ച് കാലം കൂടി ഉള്ളൂ. നീയാണെങ്കിൽ ഭാഗ്യ ജീവിതം ജീവിക്കണ്ടേ? എന്നിട്ട് അവൻ പ്രപ്പോസ് ചെയ്തപ്പോ ഞാൻ ഈ സീൻ റിജക്റ്റും ചെയ്ത്. അതൊക്കെ ഓക്കെ, പറ്റിപ്പോയി. ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റിയ? ഒന്നും ചെയ്യാല്ല. അവസാനം ആൽവിൻ ഏതോ പെണ്ണോ ചെക്കനോ ആരെങ്കിലും കൊണ്ടുപോകുമ്പോ നോക്കിയിട്ട് നിന്നോണ്ടിട്ടോ. ചേച്ചി അങ്ങനൊന്നും പറയല്ലേ. നീ ചെയ്യുന്നതിന് കുഴപ്പമില്ല, ഞാൻ പറയുന്നതിനാണ് കുറ്റം അല്ലേ? എന്തേലും ഒരു വഴി പറഞ്ഞ ചേച്ചി. നീ വന്നിട്ട് നൈസിനൊന്ന് പുറകെ നോക്ക്. ചിലപ്പോ വീണാലോ. അതൊരു നല്ല ഐഡിയ അല്ലേ? ആവാം, ആയിരിക്കാം, എനിക്കറിയത്തില്ലല്ലോ. എന്നാലും നിനക്കവനെ ഇഷ്ടായിരുന്നുല്ലേ?